മാർഗതടസ്സവും കൂടാതെയാണ് അവൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതോ ഒരു ശക്തി അവളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ നാഗത്തിന്റെ രഹസ്യം പുറത്തു കാണിക്കാതെ തടയുന്നത് ആ ശക്തിയാണ്. ഏതാണ് ആ ശക്തി? ഏതാണ് ആ ശക്തി? ഏതാണ് ആ ശക്തി? നല്ല തൊലിക്കട്ടി ഉള്ളപ്പോ പ്രണയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണ്ടേ? കൈയും കെട്ടി നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അയ്യോ ദേവി, ആരും കാണുന്നില്ലല്ലോ അല്ലേ? എന്റെ പൊന്നു മുത്തേ, ഒരു പ്രാവശ്യം ഒന്ന് പുറത്തേക്ക് വന്നു പോയാൽ എത്ര നന്നായിരിക്കുമെന്നറിയോ? പ്ലീസ് 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 മുത്തേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരൂ പ്ലീസ്. എന്റെ പൊന്നുമുത്തേ, നീ പുറത്തേക്ക് ഇറങ്ങി വന്നോ? ആഹാ, അടിപൊളി ദിവസമായെന്ന്. ഇത് സ്വപ്നമൊന്നല്ലല്ലോ. സ്വപ്നമല്ല, സത്യ. പ്ലീസ് പ്ലീസ് പ്ലീസ്, പോലെ പോലെ പോലെ, അവിടേക്ക് അവിടേക്ക്. സെക്യൂരിറ്റി ഇല്ലല്ലോ, ഭാഗ്യം. ഓ, ശരിക്ക് കാണുന്നില്ല, ഫുൾ ഡിസ്റ്റർബൻസാ. എന്നാ പിന്നെ അകത്ത് കയറിയാലോ? ഞാൻ എന്റെ ആദിശേഷനെ ഓർത്ത് എത്രമാത്രം വിഷമിക്കുന്നു. പക്ഷേ അവൻ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നല്ലോ. ഞാൻ ഇപ്പോഴും നിനക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷെ നീ എവിടെയാണ്? ആദിശേഷ, നമുക്ക് എപ്പോഴാണ് ഒന്ന് കാണാൻ കഴിയുന്നത്? അയ്യോ ഈശ്വര, അമ്പലത്തിൽ പോയി എക്സ്ട്രാ പൈസ കൊടുത്ത് സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് വിശേഷ ദർശനം നടത്തിയാലും ഇങ്ങനൊരു ദർശനം കിട്ടില്ലല്ലോ. ആഹാ, ഒന്ന് കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നുരാ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും തീരാതെയുള്ളിനി നീളം ചൂട്. അയ്യോ, I can't. നടക്ക്. എവിടേക്കാണ് ഗുരു? ആ ഇച്ഛാധാരണി നാഗത്തെ ദിഗ്ബന്ധനം ചെയ്ത സ്ഥലത്തേക്ക്. എന്തുകൊണ്ടെന്നാൽ അവൾ ആ ദിഗ്ബന്ധനത്തിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞേ മതിയാകൂ. ഒരുപക്ഷെ ആ ദിഗ്ബന്ധനം താണ്ടി അവൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഗുരു? അവൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ തിരിച്ചു ബന്ധിക്കുന്നത് എത്രയോ എളുപ്പം. അതെങ്ങനെ?
അതേ നാഗത്തെ തന്നെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ബന്ധിച്ചത് ഓർമ്മയില്ലേ? അന്ന് നഷ്ടപ്പെട്ട ആ മണിബന്ധനം ഇതുവരെ അവൾക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ആ മണിബന്ധനം ഇപ്പൊ എവിടെയാണ് ഗുരു? ദിഗ്വിജയന്റെ കയ്യിലുണ്ട്. ഒരുപക്ഷെ എങ്ങനെയെങ്കിലും ആ മണിബന്ധനം അവൾക്ക് തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിലോ? ഇല്ല, അത് ദിഗ്വിജയന്റെ കയ്യിൽ തന്നെ ഭദ്രമായുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങ് സൃഷ്ടിച്ച ഈ മാന്ത്രികക്കളത്തിൽ ആ നാഗറാണിയെ എന്തുകൊണ്ട് കാണാനായില്ല ഗുരു? അത് ആദ്യം അവൾ ദിഗ്ബന്ധനത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുശേഷം മതി ബാക്കി എല്ലാ തീരുമാനങ്ങളും. തൃശൂൽ, സെക്യൂരിറ്റി ഉണ്ടടാ ഇവിടെ. അവരുടെ കയ്യിൽ തോക്കുണ്ടടാ. കൺട്രോൾ കൺട്രോൾ. അയ്യോ, പണി പാളി. ഇനിയിപ്പോ സെക്യൂരിറ്റി വരും, ഗെറ്റ് ഔട്ട് അടിക്കും. തൃശ്ശൂരിലെ മോനെ വേഗം വിട്ടോടാ. ഹായ്. ഇതെന്താ ഇത്? അല്ല, ഇവളെന്തിനാ ഇവിടേക്ക് വന്നേപ്പോ? പെട്ടുപോയെന്നുള്ള കാര്യം ഉറപ്പാ. എന്തായാലും കരണം പൊത്തി നിന്നേക്കാം. നിന്റെ നാടേതാ? എന്തിനാ മാഡം? ഈ നാട്ടുകാരനാ? പോസിറ്റീവാ. അതെന്ത് ചോദ്യം മാഡം? ഞാൻ കളിച്ചു വളർന്ന നാടാ, പക്ക ലോക്കലാ. നുണയല്ലല്ലോ പറയുന്നേ? നോണ എന്തിനാ പറയുന്നത്? ഇത് നമ്മുടെ ഏരിയ അല്ലേ? ഈ ഏരിയയിലുണ്ടല്ലോ, ഞാനെന്ന് പറഞ്ഞാൽ ലോക ഫേമസാ. ഗാങ്സ്റ്റർ മാതിരി. ഓ, റൗഡിയാണല്ലേ? റൗഡിയോ? റൗഡി ഒന്നല്ല മാഡം, ഞാൻ നല്ല മനുഷ്യനാ. പക്ഷേ ഈ കനകദുർഗയിലും ഞാനൊരു ട്രെൻഡി അയക്കണ. നിന്റെ പേര്? അതിപ്പോ കംപ്ലൈന്റ് കൊടുക്കാൻ വല്ലതുമാണോ? എന്താ സ്വന്തം പേര് പറയാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? അച്ഛനും അമ്മയും തനിക്ക് പേരിട്ടിട്ടില്ലേ? അതോ പറയാൻ ഇഷ്ടമല്ലേ? എന്റെ പേര് നിങ്ങളുടെ പേരിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് നിങ്ങളത് വിളിച്ചാലേ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ എനിക്ക് നല്ലൊരു പേരിട്ട് വിളിച്ചാ പോരെ? പൊട്ടൻ. പൊട്ടൻ തരക്കേടില്ല. പക്ഷെ ആ പേര് മുൻപേ ആരും ഇട്ടതാണെന്ന്. വേറൊരു പേര് ആലോചിച്ച് നോക്കി. ഇഡിയറ്റ്. ഇഡിയറ്റാ? കുറച്ചുകൂടി ഒന്ന് നന്നാക്കിയാല് പാഗൽ. അതടിപൊളിയാണ്. ഇത് ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാ. അല്ല മാഡം, എന്റെ ഊരും പേരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ജോലി ഉണ്ടാ? തനിക്ക് ജോലിയൊക്കെ ചെയ്ത് ശീലം ഉണ്ടായിരുന്നോ? വായ്നോട്ടം മാത്രമേ ഉള്ളൂ. ഹലോ മാഡം, നല്ല ഉത്തരവാദിത്തത്തിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. നിങ്ങൾ അറിയാൻ വേണ്ടി പറയാ, ഞാനിപ്പോഴും ഓൺ ഡ്യൂട്ടിയാ. പറയേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ പടയെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എത്തിച്ചു തരില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാരും നിനക്ക് നന്നായി അറിയോ? പിന്നെ
വേറെന്തേ വേണം, കൊച്ചു മുതൽ തെക്ക് നോക്കിയിരിക്കുന്ന വല്യപ്പം വരെ എല്ലാവരും എന്റെ മുട്ടൻ കമ്പനിയാണെന്നേ. മാഡം ഹലോ. അങ്ങനെയാണെങ്കിൽ ശരി, ഉം. നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വാ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സത്യമായിട്ടും ഉം, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എപ്പോഴാ വരണ്ടേ മാഡം? രാവിലെ രാവിലെയോ? ടൈം എത്ര മണിക്കാ? എനി ടൈം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഞാൻ വരുമ്പോ ആരെങ്കിലും എന്നെ തടയാൻ നിൽക്കോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ പേര് പറഞ്ഞോ. ഓക്കെ. അല്ല മാഡം, ഈ സിനിമയിലെ കാണുന്ന പോലെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് പെരുമാറില്ലല്ലോ അല്ലേ? നിന്നോടെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ വന്നാ മതി. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ അയ്യോ അയ്യോ, കെട്ടിയോളെ സ്വന്തം കെട്ടിയോനെ വിളിക്കുന്ന പോലെയാണല്ലോ വിളിച്ചിരിക്കുന്നത് മോനെ. എന്ത് ചെയ്യും മോനെ, എന്ത് ചെയ്യും? നാളെ ഒന്ന് പോയി നോക്കാം. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അവന് കമ്പനിയിലുള്ളത് ആകെ 10% ഷെയർ ആണ്. അവന്റെ വാക്കിനെന്താ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ഓക്കെ. ഇതെന്താ നന്ദീച്ച, നീ ഇങ്ങനെ പാമ്പ് വാ വിളിച്ച പോലെ നിൽക്കുന്നു? അല്ല മുതലാളി, വീട്ടിൽ നടക്കുന്ന ഇതൊക്കെയല്ലേ. ഗുരുക്കളാണെങ്കിൽ വീട്ടിലേക്ക് നാഗം കയറിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തല്ലോ. എനിക്കെന്തോ ചെറിയൊരു പേടി പോലെ. ഉള്ളിൽ എത്ര പേടിയുണ്ടെങ്കിലും മുഖത്തൊരു ചിരി ദീപം പോലെ കാത്തു സൂക്ഷിക്കണം നന്ദീച്ച. അതാ ആണുങ്ങളുടെ ലക്ഷണം. ഓരോ ചിന്തകൾ വരുന്ന എങ്ങനെയോ അതുപോലെ അറിയാതെ കാണിച്ചു പോകുന്നതാ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഒന്നും വിചാരിക്കില്ല മുതലാളി. നന്ദീശ, മേലാൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ നിന്നെ എപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അതോ ഒരു മുതലാളിയെ പോലെ പെരുമാറിയിട്ടുണ്ടോ? എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ശശേ, ഞാൻ ആർത്തത്തി പറഞ്ഞതല്ല മുതലാളി. എന്റെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഛേ, നിസ്സാര കാര്യങ്ങളൊന്നും ഊതി പെരുപ്പിക്കല്ലേ. ശരി, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? പ്രത്യേകിച്ചൊന്നുമില്ല മുതലാളി. ഗുരുക്കള് വീട്ടിലേക്ക് നാഗം വന്ന കാര്യം ഗണിച്ച് പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഇല്ല, അവിടുന്നുള്ള ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഗുരുക്കൾ ഇത്രയും സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഇനി ഗുരുവിനെ കൊണ്ട് ചെയ്യാനാവില്ലേ മുതലാളി? ആദ്യത്തെ തവണ പെൺകുട്ടിയുടെ രൂപത്തിൽ നാഗം വന്നപ്പോ അതിനെ നമ്മൾ മകുടി ഊതി പിടിച്ച് പെട്ടെന്ന് പെട്ടിയിലാക്കി. പക്ഷെ ഇപ്പോ എന്തോ യാഗവും ചെയ്തു, നാഗനാശകവും കൊണ്ടുവച്ചു. എന്നിട്ടും നാഗത്തെ പിടിക്കാൻ കഴിഞ്ഞില്ല. നാഗം വന്ന സത്യമാണെന്ന് പറയുന്നു. പക്ഷെ പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഒരറിവില്ലല്ലോ. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു മുതലാളി. ഭയം വേണ്ട നന്ദീശ. നാഗത്തെ കണ്ടുകിട്ടിയില്ല എന്ന ഭയം എത്രത്തോളം നമുക്കുണ്ടോ അതിന്റെ 100 മടങ്ങ് ത്രയംബക ഗുരുക്കൾക്കുണ്ടാവും. ശരിക്കും അത് ഭയമല്ല, അവളെ പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശയാണ്. നമ്മുടെ മുമ്പിൽ വെച്ച് പൂജ ചെയ്തിട്ടും നാഗം പുറത്തു വന്നില്ലല്ലോ എന്നുള്ള അപമാനം അവർക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അവർ ഈ കാര്യത്തിൽ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അധികം വൈകാതെ തന്നെ നമുക്കൊരു ശുഭവാർത്ത കേൾക്കാം. എന്തു പറ്റി ഗുരു? അടുത്ത ചന്ദ്രദർശനത്തിന് മുൻപ് അവളുടെ വിധി ഞാൻ നിശ്ചയിക്കും. എന്നിരുന്നാലും കണ്ണം നടച്ചാൽ മതി. ആ ദിഗ്ബന്ധനത്തിനുള്ളിലെ സ്ഥിതിഗതികൾ അറിഞ്ഞിരുന്ന എനിക്കിപ്പോൾ അവിടേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ എനിക്ക് ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. ശിഷ്യരെ, നാം എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ക്ഷണത്തിൽ തന്നെ അവൾ എവിടെയുണ്ടെന്ന് അറിയുവാൻ കഴിയും.
എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ ഗുരു? അവൾ അവിടെ തന്നെയുണ്ട്. ആ നാഗമെന്റെ ദിഗ്ബന്ധനത്തിൽ സുരക്ഷിതമായി തന്നെയുണ്ട്. അതേയോ ഗുരു? അങ്ങനെയാണെങ്കിൽ നമ്മളന്ന് പൂജ ചെയ്തപ്പോൾ പ്രത്യക്ഷമായ നാഗം ഏതാണ് ഗുരു? അത് ഒരു സാധാരണ നാഗമാണോ? അല്ല, അല്ല, അതുറപ്പായിട്ടും ഒരു സാധാരണ നാഗമേയല്ല. അത് എങ്ങനെയാണ് അങ്ങ് തിരിച്ചറിഞ്ഞത് ഗുരു? ഇനിയൊരു പക്ഷേ അതൊരു സാധാരണ നാഗമായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി എന്റെ തീവ്രമായ തപസ് ലംഘിച്ച് ഇവിടേക്ക് വരുമായിരുന്നോ? നിസ്സംശയം പറയാം, അതിച്ഛാധാരി നാഗമാണ്. അങ്ങ് ബന്ധിച്ച ആ നാഗം ഇന്നും അങ്ങയുടെ ബന്ധനത്തിൽ തന്നെയല്ലേ ഉള്ളത്? അവൾ അവിടെ തന്നെയുണ്ട്. പക്ഷേ നാഗലോകത്തിലെ വേറെ ഏതോ ഒരു നാഗം അവിടെ പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ ആദ്യം ആ നാഗം ഏതാണ്, അതെവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്നും എനിക്കറിയണം. അതിനായി നാം ശീഘ്രം സന്നദ്ധരാവണം. തൃശൂൽ, തൃശൂൽ, കൊച്ചുമുതലാളി എപ്പോ വന്നു? വരൂ വരൂ. ഇല്ല ഇല്ല കുഴപ്പമില്ല. തൃശൂലിനെ ഒന്ന് വിളിക്കോ? ഒരു അർജന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. അവനല്ലെങ്കിലും വീട്ടിലിരിക്കുന്ന ആളാണോ? പകലെന്നില്ല രാത്രിയെന്നില്ല, എപ്പോ നോക്കിയാലും പുറത്ത് കറക്കം തന്നെയാ. എവിടെ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാ മുതലാളി എന്തോ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പോയതാന്നാ പറയാറ്. അതെ ആന്റി, ഡാഡി ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയാ മോനെ, പക്ഷെ എന്ത് ജോലിയാ ഇത്? പോകുന്ന സമയം എന്താ, വരുന്ന സമയം എന്താ, എന്തെങ്കിലും ഒന്ന് ഇവിടെ പറയണ്ടേ? അവനാണെങ്കിൽ ഒരു കാര്യവും വീട്ടിൽ പറയില്ല. ഡാഡി ചിലപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും. അല്ല കൊച്ചുമുതലാളി, ആരോടും പറയാതെ ചെയ്യാൻ ഇതെന്താ വല്ല കള്ളക്കടത്തോ അതോ കൊലപാതകമോ മറ്റോ ആണോ? ഡാഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും ആന്റി. ആന്റി അതോർത്ത് പേടിക്കൊന്നും വേണ്ട. തൃശ്ശൂരിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന ജോലി ഡാഡി ഒരിക്കലും ഏൽപ്പിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീയെങ്കിലും ഒന്ന് പറ മോനെ, അതെന്ത് ജോലിയാ? അത് കുറച്ച് സീക്രട്ട് ജോലിയാ. അതിനെക്കുറിച്ച് ആന്റി ചോദിക്കണ്ട, ഞാനത് പറയില്ല. അല്ല കൊച്ചുമുതലാളി. എന്നാ ശരി ആന്റി, ഞാൻ തൃശ്ശൂര് ഇവിടെ വീട്ടിലുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. അവൻ വീട്ടിലില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും ജോലിക്ക് പോയിട്ടുണ്ടാവും. ഡോണ്ട് വറി ആന്റി, അവൻ വന്ന ഉടനെ എന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞാൽ മതി. വരട്ടെ ആന്റി. ഓരോരോ നൂലാമാല പരിപാടിക്ക് എന്റെ മോനെ വിട്ടോളൂ. എനിക്ക് അവനെ ഒന്ന് നേരെ ചൊവ്വേ കാണാൻ പോലും പറ്റില്ല. ഛേ. ഹലോ മാഷേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങ്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹലോ, ഒന്ന് പെട്ടെന്ന് വാ. ഹലോ, പറ മോനെ, എന്താ പ്രശ്നം? ഞാൻ വേണ്ട വേണ്ടെന്ന് പറയുമ്പോഴും പടയെന്ന് ഒന്ന് അഡ്വൈസ് വിതറാറുണ്ടല്ലോ. പിന്നെ ഇന്നെന്താ ലേറ്റ് ആയത്? ഞാനും ഒരുപാട് തിരക്കുള്ള ആളാണ്. എന്തായാലും ഇപ്പൊ വന്നല്ലോ, ഇനി പറ, എന്താ നിന്റെ പ്രശ്നം?